അയ്യോ ഏ എന്നാ സംഭവം? അയ്യോ വല്ല ഓടി വരുന്നേ എന്നാ? അയ്യോ മഴ പെയ്യുന്നു ഭയങ്കരമായിട്ടേ. ഓ മഴയാണോ? ഞാർത്ത് നിനക്ക് എന്താ പറ്റിയെന്ന്? ഓ അതിനാ കാറിക്കൊണ്ട് തന്നെ. മഴ മൊത്തത്തിലുള്ളതല്ലേ, പിന്നെ നിനക്ക് മാത്രമായിട്ട് മഴയുള്ളൂ ഇപ്പോൾ. എന്നാ മഴയാന്നേ, അതുകൊണ്ട് പറഞ്ഞു പോയത് അറിയാതെ. ഇത് പറഞ്ഞപ്പോഴേ ഓർത്തെ, ഇന്നലെ വെളുപ്പാങ്കാലത്ത് ഒരു 4 മണിയായിട്ടുണ്ടേ. ഓ എന്റെ ഫോണൊരു അലർച്ച. എന്റെ അമ്മോ, അയ്യോ ഒരു കൂവലങ്ങ് കൂടി. വെറുതെ അല്ല. ഞാനോർത്തേ എന്റെ ഫോൺ പൊട്ടിത്തെറിച്ചാണോ എടുക്കാൻ പേടിയായി എനിക്ക്. പിന്നെ ധൈര്യം സംഭരിച്ചങ്ങ് എടുത്തു. അങ്ങനെ എന്നാന്നറിയോ, ഞെട്ടിപ്പോയി കേട്ടോ ഞാൻ. എന്റെ അമ്മേ, ഓ അയ്യോ. നീ ഞെട്ടിപ്പോയി. ഞാനാണെങ്കിൽ കട്ടിൽ താഴെ കിടക്കുക. നിന്റെ ഞെട്ടൽ ഈ ഒച്ച കെട്ടി ഞാൻ പേടിച്ച് താഴെ പോയി. എങ്ങനെയാണല്ലോ കട്ടിലേന്ന് താഴെ പോയി. ഞാൻ കിടന്നിട്ട് മാത്രമേ കേട്ടുള്ളൂ. നിങ്ങൾ എന്നെ വെറും വടിയാക്കാൻ നിൽക്കണ്ട. എന്നിട്ടേ ഞാൻ നോക്കിയപ്പോ എന്നാന്നറിയോ, എന്നാ സംഭവം? ഓ അതെന്തോ ഇഷ്ടപ്പെടാത്ത മാതിരി. ഇനി പറയേ എന്നാ സംഭവം പറയും. ഇന്ന് ഈ 3-4 ജില്ലകളിൽ ഭയങ്കര മഴയും കിലോമീറ്റർ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റും ഉണ്ടാകുന്നു. മനുഷ്യനെ പേടിപ്പിക്കണം 4 മണിക്ക്. അതോടെ എന്റെ ഉറക്കം പോയി. നീ മുറ്റത്തുനിന്ന് ഇറങ്ങി നിൽക്കില്ല കേട്ടോ. നിന്നെ അങ്ങനെ കൊണ്ടുപോയില്ല, നിനക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട്. ആയിക്കോട്ടെ, എന്നെ കൊണ്ടുപോയില്ല, എനിക്ക് വെയിറ്റ് ഉണ്ട്. എന്താ അതൊക്കെ പോട്ടെ. ഇന്ന് കാപ്പിക്ക് എന്നാ ഉണ്ടാക്കിയത്? ഇതേ കണ്ടോ, എന്താ അത്? ഇത് ദോശയാ. ദോശയപ്പോ? ദോശ അപ്പല്ല, ദോശയാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്നാ പ്രത്യേകത? അതിന് ഞാൻ ഉഴുന്ന് ചേർത്തിട്ടില്ല. ഉഴുന്ന് ചേർക്കാതെ ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ചോറും ഇട്ട്, പിന്നെ ഉഴുന്ന് ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു 10 മണി ഉഴുന്ന് എണ്ണി എടുത്തത് 10. അതും ഒരു 3-4 ഉലുവ വെള്ളത്തിലിട്ട് കൂട്ടും. ഇതെല്ലാടെ കൂട്ടി അങ്ങ് അരച്ച് കലക്കി വെച്ചിട്ട് രാവിലെ ഇട്ടതാണ്. കണ്ടില്ലേ? അതൊക്കെ ഉണ്ട്. പക്ഷെ അതിന് കറി എന്നാന്ന് പറയും. കറി ഇതാ. ഇനിയിപ്പോ കറി എന്താന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് പറ്റൂല. എന്നാന്നറിയട്ടെ, കാണിച്ചു തന്നാ മതിയോ? കാണിച്ചാ മതി. ഇതാ പറഞ്ഞാലും മതി. ഇത് കണ്ടോ? ഇതെന്നാ ഇതോ കറിക്ക് വെച്ചേക്കണേ? ഇതെന്നാന്ന് ചോദിച്ചാ, ഒരു പിടി പരിപ്പ്, ഒരു തക്കാളി, ഒരു സബോളയുടെ പകുതി, ഇത്രയും മാത്രം വിട്ട് ഒരു സാമ്പാർ. സാമ്പാറെന്ന് പറയാം. സാമ്പാർ തന്നെയാണ്. സാമ്പാറിന്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇതിനകത്ത് വലിയ ലഗേജ് ഒന്നുമില്ല. അതിനകത്ത് എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം, നിനക്ക് തേങ്ങ ഇല്ലായിരുന്നു ഇവിടെ ചമ്മന്തി അരയ്ക്കാൻ? തേങ്ങ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നില്ലല്ലോ. കടയിൽ നിന്ന് മേടിക്കാതെ ഈ വീട്ടിൽ തേങ്ങ ഓരോ പൊഴിയുന്നുണ്ടല്ലോ. തേങ്ങ ദിവസം ഓരോ തേങ്ങ പൊഴിഞ്ഞു കിട്ടുന്നുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്ന് എടുത്ത് പൊതിച്ച് കൊണ്ടുവരണ്ടേ? പറ്റിയില്ല. തേങ്ങ അങ്ങ് നടന്നു വരും. എന്നെ പൊതിക്കെന്ന് പറഞ്ഞോണ്ട് നമ്മളെവിടെ പോയേക്കുമായിരുന്നു. ഒരെണ്ണം പൊതിച്ചു തന്നൂടായിരുന്നോ? അതുകൊണ്ട് ഞാൻ ചമ്മന്തി അരച്ചില്ല. ഇത് സാമ്പാർ, നല്ല സാമ്പാർ. ഇത് ദോശ, ഉഴുന്ന് ദോശയപ്പം ദൊഡ്ഡലി എന്ന് പറയും. ദോശയപ്പം ഉഴുന്ന് ചേർക്കാത്ത ദോശ, ലഗേജ് ഇല്ലാത്ത സാമ്പാർ. കണ്ടോ? ഇതൊക്കെ തിന്നിട്ട് അങ്ങ് സമാധാനത്തോടെ പോയിരിക്കും. അല്ല ഇനി പറഞ്ഞ കാര്യമില്ല, ഇതല്ലേ ഉള്ളൂ ഉണ്ടാക്കി വെച്ചേക്കണേ. പിന്നെ വേറെ അതിനാ ഈ കർക്കിടക മാസം എന്ന് പറയുന്നതേ പണ്ടുള്ളവർക്ക് പഞ്ഞമാസം എന്നാ പറയാറ്. ഇപ്പൊ കർക്കിടകത്തിൽ പഞ്ഞമാസം ഒന്നും അല്ലല്ലോ, കഴിക്കുന്നില്ലേ? അല്ലതേ, പഞ്ഞമാസം എന്ന് പറയാൻ ഇവിടെ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ടല്ലോ. അതാ പറഞ്ഞ എന്തെങ്കിലും ഇല്ലാത്തൊരു സാധനം പറയും. പഞ്ഞമാസമായിരുന്നു. ഇപ്പെന്ന് പറഞ്ഞാൽ ഈ രാവിലെ തരാതര ഓരോ ദിവസം മാറി മാറി എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടേ. അപ്പൊ നീ പഞ്ഞമാസമായിട്ട് അങ്ങ് ആഘോഷിക്കുക. അത് അല്ലാണ്ട് സാധനം ഇല്ലാണ്ടല്ല. നിനക്ക് കഴിയില്ല, നിനക്ക് ഇതൊന്നും കഴിയില്ല ഉണ്ടാക്കാൻ. ഇത് കൊള്ളില്ലാന്ന് പറയണ്ട. കണ്ടോ, നല്ല ഒന്നാന്തര അപ്പാണ് ഉണ്ടാക്കി വെച്ചത്. കണ്ടോ ദോശപ്പം സാമ്പാറാണ്. മിണ്ടാ പോന്നു. കട്ടൻ ചായ വെക്കൂ. പാലില്ലായിരുന്നോ? പാലോ? പാല് ഇന്നലെ വൈകുന്നേരം പോയി മേടിച്ചോണ്ട് വന്ന് ചായ ഇട്ടാ കുടിച്ചു. രാവിലെ പാലിന് പോയാ? നീ ഒരു കുറച്ചെങ്കിലും എടുത്താ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റില്ലായിരുന്നോ? അയ്യോ, അങ്ങനെ കുടിക്കണ്ട. പോയിരിക്കും വേണമെങ്കിൽ. ഇതന്നെ പതിരകാടിയോ? രാവിലെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ തല്ലിക്കൂടി. അയ്യോ, പിന്നെ എന്ത് കഷ്ടപ്പാടാണോ ഈ അടുക്കളയിൽ നിന്ന് അവർക്ക് നിന്ന് തിരിഞ്ഞാ മതി. എന്താ സൗകര്യം ഞങ്ങൾ ചെയ്തു. കട്ടൻ ചായ വെക്കണോ വേണ്ടയോ? ഇതെന്നാ സംഭവം? ഇതെന്താന്ന്? ഇതെന്താ സംഭവം തന്നെ കൊണ്ട് കാണിക്കരുത്. വേണോ വേണ്ടോ പറഞ്ഞോ? വേണം, വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് കിട്ടാവുന്ന ബുദ്ധിമുട്ടല്ലേ. വേഗം എടുത്തോണ്ട് വാടി.